ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനപ്പോൾ രാവിലെ കുറച്ച് പച്ചമുളക് പൊട്ടിക്കുകയാണ്. കാറ്റും മഴയൊക്കെ ആയത് കാരണം പുറത്ത് ഞാനപ്പോൾ ഇന്ന് കറിക്കൊന്നും കിട്ടിയില്ല എന്നോർത്ത് ഞാനൊരു 2 വഴുതനങ്ങ അങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതിൽ ഇന്ന് കറിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാനത് ക്ലീൻ ചെയ്തെടുത്ത് അത് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടേച്ചും അതിന് വേണ്ട സവാളയും പച്ചമുളകും എല്ലാം ഞാൻ അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതേപോലെ കറണ്ട് ഇല്ല, വെള്ളമില്ല, മൊബൈലിൻ്റെ ഇതേ ലാസ്റ്റ് ചാർജിങ്ങിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അത് കാരണം ലൈറ്റൊന്നും ഇല്ല. അതേ പച്ചമുളകും വെളുത്തുള്ളിയും സവാളയൊക്കെ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി സവാള വേഗം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് വഴുതനങ്ങ അങ്ങോട്ട് വാരിയിട്ട് കുറച്ച് ഉപ്പും ഇട്ട് എടുക്കണം. അപ്പോഴേക്കും ഇത് ഒന്ന് അടച്ചു മൂടി വെക്കുമ്പോഴേക്കും നന്നായിട്ടൊന്ന് വാടി വരും കേട്ടോ. വഴുതനങ്ങ ഇന്ന് ഞാൻ തോരനുണ്ടാക്കാൻ പോയി തേങ്ങയൊക്കെ ഇട്ട്. അപ്പം അതിനായിട്ടാണ് അടുപ്പ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുമാതിരി വഴുതനങ്ങ വെന്ത് കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കേട്ടോ. കുരുമുളക് പൊടി ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് നിങ്ങളും ചെയ്തേച്ച് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് ഇപ്പം കറണ്ടും ഇല്ല, ഇരുട്ടത്തുള്ള പരിപാടിയാണ്. അത് കാരണം ലൈറ്റിൻ്റെ കുറവുണ്ട്. ഉണക്ക കൊഴുവ ഇരിപ്പുണ്ടായിരുന്നു, കുഞ്ഞു കൊഴുവ, അതും ഇരിപ്പുണ്ട്. അതും എടുക്കാമല്ലാന്ന് വെച്ചു. ഉണക്ക കൊഴുവ ഉണക്ക കൊഴുവയാണ്. അതിരുന്നേച്ചെടുത്ത് ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കഴുകി വാരി 2-3 പ്രാവശ്യം കഴുകി വാരി എടുത്ത് കേട്ടോ. അപ്പം അതിൻ്റെ ഒക്കെ ക്ലീൻ ചെയ്തെടുത്തേച്ചും അതിന് വേണ്ടി കുറച്ച് സവാളയൊക്കെ അരിഞ്ഞെടുത്തു. അങ്ങനെ ചട്ടി വെച്ചേച്ചും ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചേച്ചും ആ കൊഴുവായിട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ, ഉപ്പിടാത്ത കൊഴുവായിരുന്നു. അതുകൊണ്ട് കഴുകി വാരി വന്നപ്പോഴേക്കും ലേശം ഉപ്പൊക്കെ വല്ലതും ആയിരിക്കും ഇട്ടേക്കണത്. അത് ഒട്ടും ഉപ്പില്ലായിരുന്നു. ഞാനങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ സവോള അരിഞ്ഞതും വേപ്പിലയും കൂടെ കുറച്ച് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഇങ്ങനെ ഇട്ട് ഒന്ന് വഴറ്റി നോക്കണം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ സവാളയുടെ ഫ്ലേവറും ഇതെല്ലാം കൂടെ പിടിച്ചു കഴിയുമ്പോൾ നല്ല രസമാണ്. ഇടിച്ച മുളകാണ് കേട്ടോ ഞാൻ ചേർത്തത്. പിന്നെ ചേർത്ത് കഴിഞ്ഞപ്പോൾ സംഗതി റെഡിയായി. അങ്ങനെ ഞാനെടുത്ത് കുറച്ച് ചോറ് അങ്ങോട്ട് വിളമ്പി അതിലേക്ക് ഈ വഴുതനങ്ങ തോരനും മറ്റേ കൊഴുവ ചിക്കി എടുത്തതും കൂടെ, രാവിലത്തെ കുറച്ച് പരിപ്പ് ഉള്ളതും കൂടെ മഞ്ഞക്കറി വെച്ചതുണ്ടായിരുന്നു, അതും കൂടെ ഇട്ടതാ ഊണ് കുശാലായി. അപ്പം എല്ലാവരും വായോ, നമുക്ക് കഴിക്കാം. അപ്പോൾ ഈ കാറ്റും മഴയും കറണ്ടുമില്ലാത്തപ്പോൾ ഈ കറികളൊക്കെ തന്നെ ധാരാളം അല്ലേ. ഞാനുണ്ടാക്കിയ കറികൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ. എന്നിട്ട് കമൻറ്റ് വിടണമേ. ലൈക്കും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അടിച്ചു പൊട്ടിക്കണേ.